അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പഠിതാക്കളെ, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ 21 മുതൽ 24 വരെയുള്ള ആയത്തുകളിൽ മുത്തഖീങ്ങളാവാൻ എല്ലാ മനുഷ്യരോടും അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുവാനും അവൻ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളും ഖുർആൻ ഖുറൈശി പ്രമുഖരെ വെല്ലുവിളിച്ചതും അതിന് നിങ്ങൾക്ക് സാധിക്കില്ല എന്നും ഉറപ്പിച്ച് പറയുകയും നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന മുന്നറിയിപ്പും എല്ലാമാണ് പഠിച്ചത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 25-ാമത്തെ ആയത്താണ് വിശദീകരിക്കുന്നത്. അതിൽ വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തിലെ സന്തോഷ വാർത്തകളും മറ്റു കാര്യങ്ങളുമാണ് വിവരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മൾ ഈ മനപ്പാഠ ക്ലാസ്സിൻ്റെ 2 ഭാഗങ്ങളാണ് പൂർത്തിയാക്കിയത്. ഒന്നാമത്തേത് അൽ ബഖറ സൂറത്തിലെ ആദ്യ 25 ആയത്തുകളുടെ മനപ്പാഠവും രണ്ടാമത്തേത് ആ 25 ആയത്തുകളുടെ അർത്ഥവിവരണവുമാണ്. ഇൻഷാ അല്ലാ നാളെ ആ 25 ആയത്തുകളുടെ തജ്വീദ് ക്ലാസ് 3-ാം ഭാഗമായി എടുക്കുന്നതാണ്. ഈ 3-ാം ഭാഗത്തോടുകൂടി അൽഹംദുലില്ലാ നമ്മൾ ആദ്യ 25 ആയത്തുകൾ ശരിക്കും മറന്നു പോവാത്ത വിധത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു പഠിച്ച ഭാഗങ്ങൾ മറന്നു പോവാതെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഞാൻ മനപ്പാഠ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എപ്പോഴും മസ്റ്റായിട്ട് പഠിച്ച ഭാഗങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ ഈ പ്രയത്നം സ്വീകരിക്കട്ടെ. ആമീൻ. നമുക്ക് 25-ാമത്തെ ആയത്തിലേക്ക് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. നബിയെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കുവാനുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക. അതിലെ ഓരോ വിഭവവും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണല്ലോ ഇതും എന്നായിരിക്കും അവർ പറയുക. വാസ്തവത്തിൽ പരസ്പര സാദൃശ്യമുള്ള നിലയിൽ അതവർക്ക് നൽകപ്പെടുകയാണുണ്ടായത്. പരിശുദ്ധരായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കും. അവർ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ഒന്നുകൂടി പറയാം. നബിയെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കുവാനുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക. അതിലെ ഓരോ വിഭവവും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണല്ലോ ഇതും എന്നായിരിക്കും അവർ മറുപടി പറയുക. വാസ്തവത്തിൽ പരസ്പര സാദൃശ്യമുള്ള നിലയിൽ അതവർക്ക് നൽകപ്പെടുകയാണുണ്ടായത്. പരിശുദ്ധരായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കും. അവർ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വബശ്ശിരി, നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. വബശ്ശിരി, നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അല്ലസീന ആമനു, വിശ്വസിച്ചവർക്ക്. അല്ലസീന ആമനു, വിശ്വസിച്ചവർക്ക്. വ അമിലു, പ്രവർത്തിക്കുകയും ചെയ്ത. വ അമിലു, പ്രവർത്തിക്കുകയും ചെയ്ത. സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. അന്നലഹും ജന്നാത്തിൻ,
അവർക്കുണ്ടെന്ന് ചില സ്വർഗങ്ങൾ. അന്നലഹും ജന്നാത്തിൻ, അവർക്കുണ്ടെന്ന് ചില സ്വർഗങ്ങൾ. തജിരി, ഒഴുകും. തജിരി, ഒഴുകും. മിൻ തഹ്തിഹ, അതിൻ്റെ അടിയിലൂടെ, താഴ്ഭാഗത്തുകൂടി. മിൻ തഹ്തിഹ, അതിൻ്റെ അടിയിലൂടെ, താഴ്ഭാഗത്തു കൂടി. അൽ അൻഹാർ, നദികൾ, അരുവികൾ. അൽ അൻഹാർ, നദികൾ അഥവാ അരുവികൾ. കുല്ലമാ റുസിക്കു, അവർക്ക് ആഹാരം നൽകപ്പെടുമ്പോഴൊക്കെ. കുല്ലമാ റുസിക്കു, അവർക്ക് ആഹാരം നൽകപ്പെടുമ്പോഴൊക്കെ. മിൻഹ, അവിടത്തിൽ നിന്ന്, അതിൽ നിന്ന്. മിൻഹ, അവിടത്തിൽ അഥവാ അതിൽ നിന്ന്. മിൻ സമറത്തിൻ, പഴത്തിൽ നിന്ന്, വല്ല ഫലവും. മിൻ സമറത്തിൻ, ഫലത്തിൽ നിന്ന് അഥവാ വല്ല ഫലവും. റിസ്കൻ, ആഹാരം. റിസ്കൻ, ആഹാരം. ഖാലൂ, അവർ പറയും. ഹാദാ, ഇത്. അല്ലദി, യാതൊന്നാണ്. റുസിഖ്ന, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. റുസിഖ്ന, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മിൻ ഖബുലു, മുൻപെ. മിൻ ഖബുലു, മുമ്പെ. വഉതു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വഉതു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ബിഹി, അതിനെ. ബിഹി, അതിനെ. മുതശാബിഹൻ, പരസ്പരം സാദൃശ്യമുള്ളതായി. മുതശാബിഹൻ, പരസ്പരം സാദൃശ്യമുള്ളതായി. വലഹും, അവർക്കുണ്ട് താനും. വലഹും, അവർക്കുണ്ട് താനും. ഫീഹ, അതിൽ അഥവാ അവിടത്തിൽ. അസ്വാജുൻ, ഇണകൾ. മുതഹറത്തുൻ, പരിശുദ്ധമാക്കപ്പെട്ട. മുതഹറത്തുൻ, പരിശുദ്ധമാക്കപ്പെട്ട. വഹും ഫീഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളാണ്. വഹും ഫീഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളാണ്. ഇതാണ് 25-ാം ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ്. ഇനി അതിൻ്റെ ലഘു വിവരണം നോക്കാം. വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് സന്തോഷവാർത്ത. അവർക്ക് സ്വർഗങ്ങളുണ്ട്. അതിലൂടെ നദികൾ ഒഴുകുന്നു. ഫലങ്ങൾ അവർക്ക് ലഭിക്കുമ്പോഴെല്ലാം ഇത് മുൻപും ഞങ്ങൾക്ക് നൽകിയതുപോലെ തന്നെ എന്ന് പറയും. അതായത് അവിടെ ലഭിക്കുന്ന ഫലങ്ങൾ നമ്മൾ മുൻപ് കഴിച്ചതുപോലെ ആയി തോന്നും. കാരണം വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവ പരസ്പരം സാദൃശ്യമുള്ളത് കൊണ്ടാകുന്നു. സ്വർഗത്തിൽ അവർക്ക് പരിശുദ്ധരായ ഭാര്യമാർ ഉണ്ടാകും. അവർ അവിടെ എന്നെന്നും താമസിക്കും. ഇത് സത്യവിശ്വാസികൾക്കുള്ള വലിയ പ്രതിഫലം ആണ്. ഇതാണ് ഇതിൻ്റെ ലഘു വിവരണം. ഇതോടുകൂടി ആദ്യ 25 ആയത്തുകളുടെ അർത്ഥവിവരണ ഭാഗം അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് നാളെ ആ 25 ആയത്തുകളുടെ തജ്വീദ് ക്ലാസ്സുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ പാഠം കഴിയുന്നതോടുകൂടി പഠിച്ചത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. മനപ്പാഠം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുക. അപ്പോൾ നമുക്ക് നാളത്തെ തജ്വീദ് ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.